നമസ്കാരം, ഞാൻ ജിജി മാരിയോ. ഞാൻ നമ്മുടെ ഞാഞ്ഞൂബ് ഓഫീസിന്റെ ഔട്ട്ലെറ്റിലാണുള്ളത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ചാലക്കുടി മുരിങ്ങൂരാണ് നമ്മുടെ ഔട്ട്ലെറ്റിൽ. അപ്പം ഞാൻ ഒരുപാട് പുതിയ പ്രോഡക്ട്സ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ഏത്തക്ക പുട്ടുപൊടി, ചക്ക പുട്ടുപൊടി, ചക്ക റാഗി പുട്ടുപൊടി, സ്വീറ്റ് പൊട്ടറ്റോ റാഗി പുട്ടുപൊടി, അങ്ങനെ ഒരുപാട് പുട്ടുപൊടികൾ. അതുപോലെ തന്നെ കുട്ടികൾക്ക് കഴിക്കാവുന്ന കണ്ണങ്കായ പൊടി വളരെ ശുദ്ധമായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ്. ഇത് ചക്കപ്പുട്ടുപൊടി. ശരിക്കും ഒരു മിക്സും കലർന്നിട്ടില്ല. ചക്ക എന്തുമാത്രം ചക്ക എടുത്ത് നമ്മൾ അരിഞ്ഞ് വാട്ടി ഉണക്കി എടുത്താലാണ് ഇത്രയും ഒരു 1/2 കിലോയുടെ പൊടി കിട്ടുക എന്നറിയാവോ? ഏകദേശം 8-10 കിലോ പൊടിക്കുമ്പോഴാണ്, ചക്ക എടുത്ത് അരിഞ്ഞ് ഉണക്കുമ്പോഴാണ് ഒരു ഏകദേശം ഒരു 1/2 കിലോ പൊടിയൊക്കെ കിട്ടുന്നത്. ഇതിൽ ഒരു മായവും ഇല്ല, വെറും ചക്ക മാത്രമാണ്. അല്ലാതെ അരിയോ മറ്റു ഗോതമ്പോ മറ്റ് ധാന്യങ്ങളോ ഒന്നും മിക്സ് ചെയ്തിട്ടുള്ളതല്ല. പ്യോർലി ചക്ക പൗഡറാണ്. നമുക്ക് ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ ഏറ്റവും ഹെൽത്തി ആയിട്ട് കഴിക്കാവുന്ന ഏറ്റവും ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റും കൂടിയാണ് ഈ ചക്കപ്പുട്ടുപൊടി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ അരിപ്പൊടിയും കൂടി ചേർക്കാം, അല്ലെങ്കിൽ ഗോതമ്പ് ചേർക്കാം, അല്ലെങ്കിൽ ചോളപ്പുട്ടുപൊടി ചേർക്കാം. മിക്സ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ ഇത് പ്യോർ ആയിട്ടുള്ള ചക്ക പുട്ടുപൊടിയാണ്. അതേപോലെയാണ് ഞാൻ മറ്റൊരു കാര്യം ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, നമ്മുടെ ഏത്തക്ക പുട്ടുപൊടി. അപ്പൊ ഏത്തക്ക ഞങ്ങൾ ഉണ്ടാക്കുന്ന പ്രോസസ് ചെയ്യുന്ന രീതി നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ഏത്തക്ക ഞങ്ങൾ ആവിയിൽ പുഴുങ്ങി അതിന്റെ കറുത്ത കുരുക്കളുണ്ട്, ആ കുരുക്കൾ കളഞ്ഞ് ഞങ്ങൾ ഡീഹൈഡ്രേറ്റഡ് ചെയ്ത് ഉണക്കി പൊടിച്ചിട്ടാണ് ഞാൻ തരുന്നത്. മനസ്സിലായോ? സാധാരണ എല്ലാവരും ഈ കുരു കളയാന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ പ്രോസസ്സാണ്. എല്ലാവരും അതിന് മെനക്കെടാറൊന്നുമില്ല, കുരുവോടെയാണ് പൊടിച്ചൊക്കെ തരുന്നത്. പക്ഷെ ഇവിടെ പക്ക ജെന്യൂനായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തണം എന്നുള്ള നിർബന്ധ ബുദ്ധി എനിക്കുണ്ട്. അതുകൊണ്ട് ആവിയിൽ പുഴുങ്ങി നെടുകെ കീറി കുരുവെല്ലാം കളഞ്ഞു വളരെ പ്യോർ ആയിട്ടുള്ളതാണ് ഏത്തക്ക പുട്ടുപൊടി. ഏത്തക്കയിലും ഇതിലും വേറെ ഒരു പൊടികളും മിക്സ് ചെയ്തിട്ടില്ല. ഗോതമ്പോ ചോളമോ അരിയോ ഒന്നും മിക്സ് ചെയ്തിട്ടില്ല. ഇത് പ്യോർ ഏത്തക്ക പുട്ടുപൊടിയാണ്. ഓക്കെ, ഞാനിത് വെച്ച് ഇതെന്താ പറയാ, പുട്ടുണ്ടാക്കി കേട്ടോ. ഞാൻ ഒരുപാട് പുട്ടുപൊടി പുട്ട് കഴിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടമായ പുട്ടാണ് ഏത്തക്ക പുട്ട്. ചുമ്മാ കഴിക്കാം, ഉണ്ടാക്കി ചൂടോടെ നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ എന്ത് ടേസ്റ്റാന്ന് അറിയാം. ചുമ്മാ നമ്മൾ കഴിച്ചു പോകും ഈ ഏത്തക്ക പുട്ടുപൊടി. ഇത് വളരെ എനർജറ്റിക് ആണ്, കുട്ടികൾക്കൊക്കെ ഭയങ്കര ഹെൽത്തിയാണ്, എല്ലാവർക്കും ഊർജ്ജം നിലനിർത്തുന്ന ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. എസ്പെഷ്യലി ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ അരി ആഹാരമൊക്കെ കഴിക്കേണ്ട ഒരു ലിമിറ്റേഷൻ ഉണ്ടെങ്കിൽ അതിനൊക്കെ പറ്റിയ ഒരു പ്രോഡക്റ്റ് ആണ് ഏത്തക്ക പുട്ട്, അതായത് ഏത്തക്ക പുട്ടുപൊടി. ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് വീട്ടിൽ ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ മറ്റൊരു കാര്യം ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, നമ്മുടെ റംബുട്ടാൻ അച്ചാർ വന്നിട്ടുണ്ട്. എല്ലാവരും ചോദിക്കുന്നുണ്ട്, റംബുട്ടാന്റെ സീസൺ അല്ലേ, റംബുട്ടാന്റെ സീസൺ കഴിയാറേ, അച്ചാറുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ ആദ്യമായിട്ട് ഞാൻ റംബുട്ടാൻ അച്ചാറിട്ട് ഇപ്പൊ പാക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് കേട്ടോ, കുറച്ചേ ഉള്ളൂ, സീസൺ കഴിയുന്നുണ്ട്, നല്ല വിലയും കൂടുതലായി, അതുകൊണ്ട് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ്. ഇതിപ്പോ ഇവിടെ വന്നപ്പോഴത്തേക്കും കുട്ടികളൊക്കെ ഭയങ്കര, ഇവിടെയുള്ള സ്റ്റാഫ് എല്ലാവരും കൂടെ പറഞ്ഞു ചേച്ചി സൂപ്പർ കിടൂന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നേ. ഭയങ്കര ടേസ്റ്റാ. ഇതാണ് റംബുട്ടാൻ. നല്ല രസകരമായിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. കണ്ടോ, ഒരു ദിവസം രാത്രിയിൽ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് ഉണ്ടാക്കിയതാണ്. ഇങ്ങനെ ചെറിയ പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ, പരീക്ഷണങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഞാൻ വേറെ ആരെയും കൂട്ടാറില്ല. കണ്ടോ, ഓഫ്, എന്റെയും വയലിൽ വെള്ളം വരുന്നു. ഗ്രേവിയൊക്കെ സൂപ്പറാന്നാ കുട്ടികൾ പറയുന്നത്. ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ, ഞാൻ ടേസ്റ്റ് നോക്കില്ല, ഞാൻ ഉണ്ടാക്കിയതേ ഉള്ളൂ. റംബുട്ടാനെ സൂപ്പർ കേട്ടോ. ഇത് കഴിച്ചോണ്ടിരിക്കും, ഇനി പെറുക്കി നമ്മൾ തിന്നുകൊണ്ടേയിരിക്കും. അതാണ് വേറൊരു വിഷയം. ഇങ്ങനെ ഇതിന്റെ അകത്തെ കുരു പോലും കഴിക്കാന്ന പിള്ളേർ പറഞ്ഞു. ആ പിള്ളേരാണെങ്കിൽ കുരുവും കൂടെ കഴിച്ച് അവര് തീർത്തു. ഭയങ്കര ടേസ്റ്റ് ആട്ടോ, കഴിച്ചോണ്ടിരിക്കും. അടിപൊളി. ആയതുകൊണ്ടും മധുരവും പുളിയും കൂടി ഉള്ളതുകൊണ്ടുണ്ടല്ലോ ഭയങ്കര ടേസ്റ്റാ, അടിപൊളി, നന്നായിട്ടുണ്ട്. ഗ്രേവി സൂപ്പറാ. കിടും. ഓക്കെ, അപ്പം റംബുട്ടാൻ അച്ചാർ വന്നിട്ടുണ്ട്. പിന്നെ പുതിയ ഒരുപാട് ഫ്യൂഷൻ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ആപ്പിളും
ഡ്രൈ മാംഗോ, അതായത് മാങ്ങ ഉണക്കി ആപ്പിളും ഒന്ന് ഉണക്കിയിട്ട് മിക്സ് ചെയ്തിട്ട് ഫ്യൂഷൻ അച്ചാറ്, പിന്നെ ആപ്പിളും പൈനാപ്പിളും അച്ചാറ്, ആപ്പിൾ ലൈമും, ആപ്പിൾ നാരങ്ങ അച്ചാർ കഴിച്ചിട്ടില്ലല്ലോ, ഞങ്ങളുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. അതെല്ലാം ഒരുപാട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫ്യൂഷൻ അച്ചാറ്, പിന്നെ ബീട്രൂട്ടും ഡ്രൈ മാംഗോ, അതായത് ഉണങ്ങിയ മാങ്ങയും ബീട്രൂട്ടും കൂടെ ഉള്ള അച്ചാറും. പിന്നെ ഇതാണ് ഞാൻ എസ്പെഷ്യലി പറയേണ്ടത്, അമൃതം. അറിയാലോ, നമ്മൾ പ്രസവിച്ച് കിടക്കുന്നവർക്കും പ്രസവരക്ഷയായിട്ട് കൊടുക്കുന്നതും, അതുപോലെ തന്നെ നമ്മുടെ മെൻസസ് ആകുന്ന പെൺകുട്ടികൾക്ക് അവരുടെ കുറച്ചും കൂടെ ഒരു എന്താ പറയാ നല്ല ബോഡി, നല്ല ഒരു ഊർജം നൽകാനും, കുറച്ചും കൂടെ നല്ല രക്തം ശുദ്ധീകരിക്കാനും, രക്തത്തിന്റെ ഫ്ലോ ഉണ്ടാകാനും, HB ലെവലൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ്. ഉള്ളിയുടെ ഗുണങ്ങൾ നമുക്കറിയാം, ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ഈ ഉള്ളി. പക്ഷെ ഭയങ്കര ഇപ്രാവശ്യം ഞാൻ സെക്കൻഡ് ബാച്ച് ഉണ്ടാക്കി, അടിപൊളിയായിട്ടുണ്ട്. ഞാൻ ഈ ഉള്ളി ഇതില് നമ്മുടെ ചെറുള്ളിയാണ് കേട്ടോ, ചെറുള്ളിയും പ്ലസ് നമ്മുടെ ഈന്തപ്പഴവും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സൂപ്പർ ടേസ്റ്റാണ്, അതിന്റെ ആ കൺസിസ്റ്റൻസിക്ക് ഉണ്ടല്ലോ, അടിപൊളിയായിട്ടുണ്ട്, സൂപ്പർ ടേസ്റ്റ് ആണ്, ഭയങ്കര ടേസ്റ്റി ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിക്കാവുന്നതാണ്, പുരുഷന്മാർക്ക് എല്ലാവർക്കും കഴിക്കാൻ കേട്ടോ. ഇത് പ്രസവിച്ച് കിടക്കുന്നവർക്ക് വേണ്ടി മാത്രമുള്ളതല്ല, ഇത് കൺസിസ്റ്റൻസി നല്ലതാണ് കേട്ടോ. ഉണ്ടോ, നല്ല ടേസ്റ്റാ, നമുക്ക് അലുവ പോലെ കഴിക്കാമേ, അത്രയും നല്ല രസകരമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഈ ഉള്ളി അമൃതം. ഭയങ്കര ഗുണമാ, ഉള്ളിയുടെയൊക്കെ നല്ല മണം, വാസന ഉണ്ടോ, ഇതുകൊണ്ട് ഉരുട്ടിയെടുക്കാം, അത്ര ടേസ്റ്റാ ഈ ഉള്ളി അമൃതം. ഭയങ്കര ഹെൽത്തിയാണ്, അനിമിക ആയിരിക്കുന്നവർക്കൊക്കെ നല്ലതാ. ഉള്ളിയുടെ ഗുണങ്ങൾ അറിയാലോ, ഭയങ്കര എനർജി ലെവലും ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളതാണ് ഈ ഉള്ളി അമൃതം. ഭയങ്കര നല്ല ടേസ്റ്റാ, നല്ല ടേസ്റ്റ് വെച്ചാ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം എനിക്ക് മധുരം ഒത്തിരി ഇഷ്ടമില്ലാത്തോണ്ടേ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. ഈ പ്രോഡക്ട്സ് നിങ്ങളുടെ മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതായിരുന്നു. ഉള്ളിയാമൃതം ഉണ്ട്, നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. നെല്ലിക്കാമൃതം ഉണ്ട്. നെല്ലിക്കാമൃതം ഇങ്ങനെ തീർന്നു പോയിക്കൊണ്ടിരിക്കുക. നെല്ലിക്കയുടെ ഗുണങ്ങൾ ഓൾറെഡി വീഡിയോസിലൊക്കെ പറഞ്ഞതാണല്ലോ. നെല്ലിക്കയുണ്ട്, ചിക്കൻ അച്ചാറുണ്ട്, ബീഫ് അച്ചാറുണ്ട്, ചെമ്മീൻ അച്ചാറുണ്ട്, മത്തി അച്ചാറുണ്ട്. ഇത് ഒരു ഫ്യൂഷനാണ്, മാങ്ങയും ക്യാരറ്റും പാവയ്ക്കയും ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഫ്യൂഷൻ അച്ചാറുണ്ട്. പിന്നെ ഇത് പാവയ്ക്ക ഈന്തപ്പഴം അച്ചാറാണ്, പാവയ്ക്ക ഈന്തപ്പഴം അച്ചാറുണ്ട്. പിന്നെ ഇത് വെളുത്തുള്ളി, വെറും പ്ലെയിൻ വെളുത്തുള്ളിയാണ്, വെളുത്തുള്ളി മാത്രമായിട്ടുള്ള അച്ചാറുണ്ട്. ഇത് വെളുത്തുള്ളി ഈന്തപ്പഴം മാത്രമായിട്ടുള്ള അച്ചാറുണ്ട്. ഇത് നെല്ലിക്ക ഈന്തപ്പഴം അച്ചാറാണ്. അതേസമയം നെല്ലിക്ക മാത്രമായിട്ട് വൈറ്റ് നാരങ്ങ ഇട്ടിട്ട് അല്ല കാന്താരി ഇട്ടിട്ടുള്ള അച്ചാറ്. പിന്നെ ഇത് കടുമാങ്ങ അച്ചാറ്, അതായത് കട്ട് ചെയ്ത മാങ്ങ, കട്ട് പീസിന്റെ കട്ട് ചെയ്ത മാങ്ങ അച്ചാറ്. പിന്നെ ഇവിടെ വരുന്നത് എന്താ, സോയ ചങ്ക്സിന്റെ അച്ചാറ്. പിന്നെ വരുന്ന നാരങ്ങ ഈന്തപ്പഴം അച്ചാറ്. അതേസമയം നാരങ്ങ കാന്താരി അച്ചാറും ഉണ്ട്, പ്ലെയിൻ ആയിട്ട്. ഭയങ്കര ഫാസ്റ്റ് മൂവിങ് ആണ്. നാരങ്ങ കാന്താരി പ്ലെയിൻ, എന്നിട്ട് നാടൻ മുളകും കൂടി വെച്ചിട്ടുള്ള അച്ചാറ്. ഇത് ചെനച്ചമാങ്ങ ഈന്തപ്പഴം അച്ചാറ്, ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി അച്ചാറാണ്. അതേപോലെ തന്നെ നമ്മുടെ എപ്പോഴും നമ്മുടെ ഒരു സിഗ്നേച്ചർ പ്രോഡക്റ്റ് ആയ കണ്ണിമാങ്ങ അച്ചാർ, അത് എപ്പോഴും സ്റ്റോക്കാണ്. കണ്ണിമാങ്ങ അച്ചാർ ഒരുപാടുണ്ട്, നല്ല ടേസ്റ്റ് ആയിട്ടുള്ള വെറൈറ്റി ടേസ്റ്റിലുള്ളതാണ്. ഇത് ബീറ്റ്റൂട്ട് ഡ്രൈ മാംഗോ അച്ചാർ, ഉള്ളി അമൃതം, അങ്ങനെ ഒരുപാട് അച്ചാറുകൾ ഇങ്ങനെ നിരന്നിരിപ്പുണ്ട്. എല്ലാം ഇങ്ങനെ നിരന്നിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് വരാം. നമ്മുടെ ചാലക്കുടിയിൽ നിന്ന് വരുമ്പോ ചാലക്കുടി പാലം കഴിഞ്ഞാൽ ഉടനെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ ഇത് വരുന്നത്, നമ്മുടെ ഔട്ട്ലെറ്റ് വരുന്നത്. ലെഫ്റ്റ് സൈഡിൽ സർവീസ് റോഡ് വഴി നിങ്ങൾ വരണം. അതേസമയത്ത് എറണാകുളത്ത് നിന്ന് വരുന്നവരാണെങ്കിൽ നിങ്ങളൊരു മേൽപ്പാലം വരുന്നുണ്ട്, അതിന്റെ അണ്ടർ പാസേജ് വഴി വരണം. റൈറ്റ് സൈഡിലായിട്ട് വരും. ഡിവൈൻ റിട്രീറ്റ് സെന്ററിന്റെ സൈഡിൽ തന്നെയാണ് ലാൻഡ്മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവൈൻ റിട്രീറ്റ് സെന്റർ, ഇംഗ്ലീഷ് ധ്യാനങ്ങളൊക്കെ നടക്കുന്ന ആ സൈഡിൽ തന്നെയാണ് നമ്മുടെ ഔട്ട്ലെറ്റ് വരുന്നത്. ഇനിയിപ്പോ ഇവിടെ ഞാനൊരു ചെറിയൊരു കഫേ പോലെയൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെ ഒരു ടെന്റൊക്കെ അടിച്ച് ഇതിങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ടേക്ക് അവേ ഫുഡ് നിങ്ങൾക്ക് കൊണ്ടുപോകാം, പായസം, അതുപോലെ പിടിയും കോഴിയും, അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള എൻ്റെ 1-2 സിഗ്നേച്ചർ പ്രോഡക്റ്റ് ഉണ്ട്. ആ സിഗ്നേച്ചർ പ്രോഡക്റ്റ് ടേക്ക് അവേ കൊണ്ടുപോകാം. ഇവിടെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ല. അതുപോലെ തന്നെ അടപ്രഥമൻ പോളി, പായസം പോളി ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ഈ 2 ആഴ്ച കൊണ്ട് സെറ്റ് ചെയ്ത് വരുന്നേ ഉള്ളൂ. പ്രൊഡക്ഷൻ യൂണിറ്റിൽ ഞാൻ തന്നെയാണല്ലോ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് കുറച്ച് ഒരു കുറവുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ പോകുന്നു. ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. നമ്മുടെ ഔട്ട്ലെറ്റ് ഉണ്ട്. അതേസമയം നമ്മുടെ ആംബുലൻസ് ഇത് പോകുന്നുണ്ട്, ആംബുലൻസ് ഓടുന്നുണ്ട്. ഞാനു ബാബീസിന്റെ അച്ചാറുകൾ വിറ്റ് കിട്ടുന്ന ലാഭത്തിൽ നിന്നാണ് ആംബുലൻസ് ഓടുന്നത്.
കഴിഞ്ഞ ദിവസം എന്നെ മലമ്പുഴയിൽ നിന്ന് ഒരു MLA വിളിച്ചു. MLA പ്രഭാകരൻ സാറ് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ ആംബുലൻസ് ഓടുന്നുണ്ടെന്ന് പറഞ്ഞു, എൻ്റെ ഒരു പേഷ്യന്റ് ഉണ്ട്, ഒന്ന് വിട്ടു തരാമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു, സാർ എവിടേക്കാണ്? പാലക്കാട് നിന്നും തൃശ്ശൂർ കൊണ്ടുവരണം ഹോസ്പിറ്റലിൽ, എന്നിട്ട് തിരിച്ചു കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, സാർ അതിനെന്താന്ന് ചോദിച്ചു. അതുപോലെ ഇന്നലെയും വേറൊരു കോള് വന്നിട്ടുണ്ട്. ആംബുലൻസ് ഇങ്ങനെ നമ്മുടെ പ്രോഡക്റ്റ് വിറ്റ് കിട്ടുന്നതിന്റെ ലാഭത്തിൽ നിന്നാണ് സൗജന്യമായിട്ട് ഹോൾ കേരള ആംബുലൻസ് ഓടിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പ്രോഡക്റ്റ് നിങ്ങൾ മേടിക്കണം. അതുവഴി എനിക്ക് ചാരിറ്റി അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരുന്ന നന്മ പ്രവൃത്തികൾ നിന്നു പോകരുത് ഞാൻ ആഗ്രഹിക്കുന്നു. ഫിലോകാലിയ ചാരിറ്റബിൾ ട്രസ്റ്റിലേക്ക് ഞാൻ ഫണ്ടൊന്നും ഇപ്പൊ സ്വീകരിക്കുന്നില്ല. ഫണ്ട് ഞാൻ സ്വന്തമായി തന്നെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ ചില ചാരിറ്റി പ്രവർത്തനങ്ങളും വീടിന്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് പേർക്ക് തൊഴിൽ കൊടുക്കാനും കഴിയുന്നുണ്ട്. കൂടുതലും ഞാൻ സ്ത്രീകൾക്കാണ് കൂടുതൽ നല്ല തൊഴിലുകൾ ഞാൻ കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒരുപാട് പേരുണ്ട്. പ്രൊഡക്ഷൻ യൂണിറ്റിലാണെങ്കിൽ ഇപ്പൊ കുറച്ച് നല്ലധികം സ്റ്റാഫുണ്ട്. അപ്പൊ എനിക്ക് ഒരുപാട് സന്തോഷമാണ്. ചില വീഴ്ചകളും അല്ലെങ്കിൽ ചില ഡൈവേർഷൻസ് ഒക്കെ ഒരുപാട് പേർക്ക് എന്താ പറയാ ആശ്വാസമായിട്ട് മാറുകയാണ്. ഒരുപാട് പേർക്ക് തൊഴിലായിട്ട് മാറുകയാണ്, ചില നന്മ പ്രവൃത്തികളായിട്ട് മാറുകയാണ്. അതെല്ലാം ഈ ഫുഡ് പ്രോഡക്ട്സിൽ നിന്നാണ് വരുന്നത്. അപ്പൊ ഒരുപാട് പുതിയ പുതിയ പ്രോഡക്ട്സുകൾ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വേണം. മാക്സിമം നിങ്ങൾ മേടിക്കണം. റംബൂട്ടാൻ അച്ചാർ വളരെ ലിമിറ്റഡ് സ്റ്റോക്കാണ്, കുറച്ചേ ഉള്ളൂ. അതേസമയത്ത് ചക്ക പുട്ടുപൊടിയുണ്ട്, പിന്നെ ഏത്തയ്ക്ക പുട്ടുപൊടിയുണ്ട്, അങ്ങനെ പലതരം പുട്ടുപൊടികളുണ്ട്. അപ്പൊ ഞാൻ ഫസ്റ്റ് ആയതുകൊണ്ട് എല്ലാം ലിമിറ്റഡ് സ്റ്റോക്കിലാണ് വെച്ച് പോകുന്നത്. അപ്പൊ നിങ്ങൾ മാക്സിമം എത്രയും പെട്ടെന്ന് വിളിച്ച് ഓർഡർ ചെയ്യുക. ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈവൻ ഇന്റർനാഷണൽ ഡെലിവറി ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് മിനിമം ക്വാണ്ടിറ്റി ഇത്രയൊന്നുണ്ട് ഇന്റർനാഷണൽ ആകുമ്പോൾ. അപ്പൊ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്, കൊറിയറായിട്ട് ഷിപ്പ് ചെയ്യുന്നതാണ്. അതേപോലെ ഓൾ ഇന്ത്യ എന്ന് പറയുമ്പോൾ പോസ്റ്റ് വഴി നിങ്ങളുടെ വീടുകളിൽ എത്തിച്ചു തരും. ഓക്കെ, എവിടെയാണെങ്കിലും, പഞ്ചാബ് ആണെങ്കിലും ഹരിയാന ആണെങ്കിലും ഗുജറാത്ത് ആണെങ്കിലും ഏത് മുക്കിലും മൂലയിലും ഇന്ത്യക്കകത്ത് ഞങ്ങൾ പോസ്റ്റ് വഴി നിങ്ങൾക്ക് ഡെലിവറി ചെയ്യുന്നുണ്ട്. എല്ലാവരും ചോദിക്കുന്നുണ്ട് എങ്ങനെ കിട്ടുമെന്ന്. ഈ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഇട്ടേക്കാം. നമ്പറിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ വിളിച്ച് ബുക്ക് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഡെലിവറി നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. മാക്സിമം ഷെയർ ചെയ്യണം. കാരണം നിങ്ങളൊരു ഷെയറിംഗ് എന്ന് പറയുന്നത് ഒരുപാട് പ്രോഡക്റ്റ് വിട്ടുപോകാനും ഒത്തിരി പേർക്ക് ഒരു തൊഴിലവസരം ഉണ്ടാകാനും ഒരുപാട് നന്മ പ്രവൃത്തികൾ നടക്കാനും കേരളം മുഴുവൻ നമുക്ക് സൗജന്യമായിട്ട് ആംബുലൻസ് ഓടാനുള്ള കാര്യങ്ങളൊക്കെ നടത്താനൊക്കെ എനിക്കൊരു വലിയൊരു ഉപകാരമായിട്ട് മാറും, ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറും. നമുക്ക് അതുകൊണ്ട് ഒന്നിച്ച് തന്നെ നന്മ പ്രവൃത്തികളും ചെയ്യാം. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ദൈവം എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ.